Hi friends, welcome to Shahis Kitchen. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പുളിഞ്ചിക്ക സ്ക്വാഷ് ആണ്. അതിനു വേണ്ടി 500 ഗ്രാം പുളിഞ്ചിക്ക കഴുകി വൃത്തിയാക്കി ഈ രണ്ട് സൈഡും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. 300 ഗ്രാം പഞ്ചസാരയും എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ പുളിഞ്ചിക്കയെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ടിയില്ല. നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ അരിച്ചെടുക്കാം. നല്ലതുപോലെ അരിച്ചെടുക്കണം. സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഇളക്കി അരിച്ചെടുക്കാം. അതിൻ്റെ തൊത്തുകൾ മാറിപ്പോകാൻ വേണ്ടിയാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. നല്ലതുപോലെ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കാം. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതേ അളവിൽ തന്നെ, ഈ പഞ്ചസാരയുടെ അതേ അളവിൽ തന്നെ പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം നല്ലതുപോലെ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വേണം ഇടാനുള്ളത്. പഞ്ചസാര ലായനി റെഡി ആയിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇത് കുറച്ചുകൂടി സ്റ്റൗ ഓഫാക്കുമ്പോൾ കുറച്ചുകൂടി ഇരുന്ന് കട്ടിയാവുന്നതാണ്. പഞ്ചസാര ലായനി നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളിഞ്ചിക്ക അടിച്ചു വെച്ചിരിക്കുന്നതിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കുക. പിന്നെ പുളിപ്പ് നല്ലതുപോലെ കാണും, അത് മതി. ഇത് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കുക. പുളിഞ്ചിക്ക സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെ നമുക്ക് ഡ്രിങ്ക്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം. 1 ഗ്ലാസ് ഡ്രിങ്ക്സിന് ഏതാണ്ട് 1/4 ഗ്ലാസ് സ്ക്വാഷ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.